ദിവ്യമന്നയിലേക്ക് സ്വാഗതം. ജൂൺ 28 ഞായർ, ലഹരി വിരുദ്ധ ദിനം, ഡി അഡിക്ഷൻ ഡേ. ചിന്താവിഷയം: ചങ്ങലകളെ തകർക്കുക, ആസക്തികളിൽ നിന്നും മോചിതരാകുക. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ്. മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. പ്രസിദ്ധ തത്വചിന്തകനായ റൂസോയുടെ ഈ വാക്കുകൾ എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ്. പാരതന്ത്ര്യത്തിന്റെ അമിക്കയറുകളിൽ നിന്നുള്ള മോചനം ലോകത്തിന്റെ ഫലകരമായ നിലനിൽപ്പിനും മനുഷ്യ പുരോഗതിക്കും അനിവാര്യമാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകത മതങ്ങളും മനുഷ്യ സ്നേഹികളും എന്നും ഉറക്കെ പറയുന്ന വിഷയമാണ്. ഒരു കാലഘട്ടത്തിൽ ചൈനയിൽ കറുപ്പ് എന്ന ലഹരി ഉപയോഗിക്കുന്നവർ വളരെയായിരുന്നു. അതിനാൽ കറുപ്പ് തീനികളുടെ രാജ്യം, ലാൻഡ് ഓഫ് ഓപ്യം ഈറ്റേഴ്സ് എന്ന ദുഷ്പേരും ഉണ്ടായിരുന്നു. പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ ഭരണകൂടം ഈ ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ ശക്തമായ നിയമങ്ങൾ നടപ്പാക്കി. അതൊരു വലിയ വിജയമായിരുന്നു. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരിയുടെ വേരറുക്കാനുള്ള യജ്ഞമാണ്. ഒരുമയോടെ എല്ലാവരുടെയും പിന്തുണ മഹത്തായ ഈ പോരാട്ടത്തിന് നൽകണം. മദ്യവും രാസലഹരിയും അറിയപ്പെടുന്ന ആസക്തികളായിരുന്നു. അതിനോടൊപ്പം ആധുനികതയുടെ എണ്ണപ്പെടുന്ന നേട്ടമായ ഇന്റർനെറ്റിന്റെ ദുരുപയോഗവും സമൂഹത്തെ അപകടകരമായ ആസക്തികളിലേക്ക് നയിക്കുന്നതാണ്. ഇത്തരം വാർത്തകളാണ് ദിനംതോറും കേൾക്കുന്നത്. ഈ ദുരവസ്ഥയിലുള്ള വിമോചനം ഒഴിച്ചുകൂടാനാത്ത ആവശ്യമാണ്. ലഹരി വിമുക്ത കുടുംബം, സഭ, ദേശം, രാജ്യം എന്നത് മാർത്തോമാ സഭയുടെ പ്രധാന ചിന്താവിഷയമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാം സ്വീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഗമമായ മാരാമൺ കൺവെൻഷന്റെ ഒരു യോഗം ഈ വിഷയത്തെക്കുറിച്ചുള്ളതാണ്. ക്രിസ്തീയ കൺവെൻഷനിൽ ഇപ്രകാരമുള്ള യോഗം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യമായി ക്രമീകരിച്ചത് മാർത്തോമാ സഭയാണ്. ഇതിനോടുള്ള സഭയുടെ പ്രതിബദ്ധതയാണ് ഇതിൽ ദൃശ്യമാകുന്നത്. അതോടൊപ്പം ഒരു ഞായറാഴ്ചയും ഈ ചിന്തകൾക്കായി വേർതിരിച്ചു. ഇത് നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ധർമ്മ സമരമാണ്. ഇതിനായി നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒരുമിപ്പിക്കുന്നതാണ് ലഹരി വിരുദ്ധ ദിനം. നമ്മെ അടിമപ്പെടുത്തുന്ന എല്ലാ ആസക്തികളെയും തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും വിമോചിതരാകണം. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടാകണം. മദ്യാസക്തിയെക്കുറിച്ച് ഒരു കവി പാടുന്നത്: മദ്യത്താൽ വരും ഉന്മാദം, ഉന്മാദാൽ പാപവൃത്തിയും, പാപവൃത്തിയ നരകവും. എല്ലാവിധ ലഹരികളും ഇതാണ് ഉളവാക്കുന്നത്. നാശത്തിലേക്ക് ഗമിക്കുന്നവരെ നന്മയിലേക്ക് നയിക്കാനുള്ള ദൌത്യം സഭയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ വിധ ചിന്തകളിൽ അധിഷ്ഠിതമാണ്. ഒന്നാം പാഠഭാഗം ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 21 വരെ. നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന സംഭവമാണ് വേദഭാഗം. രാജാവിനെ പരിചരിക്കുവാൻ 4 യഹൂദ യുവാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നു. അവർക്ക് നൽകുന്ന പരിശീലനത്തിന്റെ ഭാഗമായി രാജകീയ ഭോജനവും പാനീയവും നൽകാൻ രാജാവ് ഉത്തരവിട്ടു. എന്നാൽ രാജകീയ ഭോജനവും പാനീയവും അവരുടെ ആത്മീകവും ധാർമ്മികവുമായ ചിന്തകൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി ധൈര്യത്തോടെ അതിനെ നിഷേധിക്കുന്നു. ഈ യുവാക്കളുടെ ധീരതയും തീരുമാനത്തിലെ ദൃഢതയും ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. രാജകീയ ഭക്ഷണത്തിന് പകരമായി സസ്യഭോജനം അവർ സ്വീകരിച്ചു. എന്നാൽ രാജകീയ ഭക്ഷണം കഴിച്ചവരെക്കാൾ അവർ ആരോഗ്യവും തേജസ്സും ഉള്ളവരായി തീർന്നു. ഏതൊരു വ്യക്തിയും പതറിപ്പോകാവുന്ന സാഹചര്യത്തിൽ അവരുടെ തീരുമാനവും അതിന്റെ അനന്തരഫലങ്ങളും ആകർഷകവും അനുകരണീയവുമാണ്. ജഡത്തിന്റെ അഭിനിവേശങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നതിന് ഇവർ ഉത്തമ മാതൃകയാണ്. അവരുടെ കറതീർന്ന ദൈവവിശ്വാസവും ആശ്രയവുമാണ് പോരാട്ടത്തിൽ നിലനിർത്തിയത്. യുവാക്കളുടെ തുടർന്നുള്ള ചരിത്രം പുതിയ വഴിത്തിരിവിന് കാരണമായി. 2-ാം പാഠഭാഗം കൊലോസ്യർ 3:1 മുതൽ 11 വരെ. ഉന്നതമായ ചിന്തകളും അന്വേഷണങ്ങളും വിജയകരമായ ജീവിതത്തിന് അനിവാര്യമാണെന്ന സന്ദേശത്തോടെ വേദഭാഗം ആരംഭിക്കുന്നു. കൊലോസ്യ സഭ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുടെ മറുപടിയായി ഇതിനെ കാണാം. ഫലകരമായ ആത്മീയ ജീവിതത്തിലുള്ള മാർഗരേഖ എന്ന് വിശേഷിപ്പിക്കാം. ജീവിതത്തെ വികലമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധേയമാണ്. നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന വാക്കുകൾ തിന്മയോടുള്ള പോരാട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ നാം വിജയിക്കണം. ക്രിസ്തുവിൽ പുതുക്കം പ്രാപിച്ച്
പുതിയ മനുഷ്യരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ശ്ലീഹാഭാഗം 1 പത്രോസ് 1:13 മുതൽ 25 വരെ. നന്മയുടെ പാതയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ യാതൊരു പ്രതിലോമങ്ങൾക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വിശുദ്ധമായ ജീവിതത്തിൽ കൂടെ അതിന് മറുപടി നൽകാൻ പത്രോസ് ആഹ്വാനം ചെയ്യുന്നു. പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ച വിശ്വാസ സമൂഹത്തിന് അപ്പോസ്തല നിർദ്ദേശങ്ങൾ പ്രചോദനം പകരുന്നതായിരുന്നു. അതോടൊപ്പം തെറ്റിപ്പോകുന്ന ലോകത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള ബാധ്യത നോഹയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ശ്രദ്ധേയമാണ്. അധാർമികതയിലേക്ക് യാത്ര ചെയ്യുന്ന സമൂഹത്തിന് നന്മയുടെ പ്രകാശം നൽകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് സഭയ്ക്ക് ലഭിച്ച നിയോഗം. വിശുദ്ധ ഏവൻഗേലിയോൻ വിശുദ്ധ മർക്കോസ് 5:1 മുതൽ 20 വരെ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു പ്രധാന സംഭവമാണ് ഭൂതഗ്രസ്തന് നൽകുന്ന സൗഖ്യം. സമവീക്ഷണ സുവിശേഷകർ ചില വ്യത്യാസങ്ങളോടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആശയങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടില്ല. യേശു എല്ലാവിധ അടിമത്തത്തിന്റെയും അമിക്കയറുകളെ തകർത്ത് മനുഷ്യന് സമഗ്രമായ വിമോചനം നൽകുന്നവനാണെന്ന സന്ദേശം വിശുദ്ധ മർക്കോസ് ഈ സംഭവത്തിൽ കൂടെ അനാവരണം ചെയ്യുന്നു. മുൻ അധ്യായങ്ങളിൽ യേശുവിനെ ശ്രേഷ്ഠ ഗുരുവായി ചിത്രീകരിച്ചതിന് ശേഷമാണ് കർത്താവിനെ വിമോചകനും സൗഖ്യദായകനുമായി അവതരിപ്പിക്കുന്നത്. ജീവിതത്തെ നിഷ്ക്രിയവും ഫലശൂന്യവുമായ അവസ്ഥയിൽ നിന്നും വിടുവിക്കുന്നവനാണെന്ന സത്യം ഈ വിവരണത്തിൽ കൂടെ അർത്ഥമാക്കുന്നു. ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഖ്യത്തിന്റെ വിവരണത്തെക്കാൾ യേശുവിന് സകല അന്ധകാര ശക്തികളുടെ മേലും അധികാരമുണ്ടെന്ന യാഥാർത്ഥ്യത്തിന് വിശുദ്ധ മർക്കോസ് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. കർത്താവ് നൽകുന്ന സൗഖ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ സവിശേഷത ഈ വിവരണത്തിന്റെ മുഖ്യ പ്രമേയമാണ്. ഇവിടെ ദൃശ്യമാകുന്ന 3 ചിന്തകൾ പഠനത്തിനും ധ്യാനത്തിനും വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയത്തോട് അവ ചേർന്ന് നിൽക്കുന്നു. ഒന്നാമതായി, അടിമത്തത്തിന്റെ ഭീകരമായ അടയാളങ്ങൾ. ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ അവസ്ഥയെ വിശദീകരിക്കാൻ വിശുദ്ധ മർക്കോസ് നൽകുന്ന വിവരണങ്ങൾ ശ്രദ്ധേയമാണ്. കല്ലറകളിൽ പാർത്തവൻ, ചങ്ങലകൾ കൊണ്ടും വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കാനാവാത്ത അവസ്ഥ, ചങ്ങലകളെയും വിലങ്ങുകളെയും പൊട്ടിക്കുന്നു, എപ്പോഴും നിലവിളി ഉയർത്തുന്നു, സ്വന്തം ശരീരത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഭീകരമായ അവസ്ഥ. അവന്റെ പ്രശ്നങ്ങൾ സങ്കീർണങ്ങളായിരുന്നു. അതേസമയം മറ്റുള്ളവർക്കും ഭീതി പകർന്ന ജീവിതം. ഭൂതഗ്രസ്തൻ ഗദരദേശത്തെ അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥമാക്കി. അവൻ സൃഷ്ടിച്ച അലോസരം വാക്കുകൾക്ക് അതീതമായിരുന്നു. ഇതുപോലെ ലഹരിയുടെ ആസക്തിയിൽ ലോകത്തെ സങ്കീർണമാക്കുന്നവരുടെ വാർത്തകൾ നിരന്തരം കേൾക്കുന്നു. അവർ അക്ഷരാർത്ഥത്തിൽ ഭൂതഗ്രസ്തന്റെ പാതയിൽ യാത്ര ചെയ്യുന്നവരാണ്. അവർ തങ്ങളെയും മറ്റുള്ളവരെയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ്. ഭൂതഗ്രസ്തനോട് യേശു നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ പലരാകുന്നു, വി ആർ മെനി എന്ന മറുപടിയാണ് അവൻ നൽകുന്നത്. വിഭിന്ന വ്യക്തിത്വത്തിന്റെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ചിത്രമാണ് ഇതിൽ കാണുന്നത്. ഇത് വളരെ സങ്കീർണമായ മാനസികാവസ്ഥയാണ്. സ്വയാവബോധം നഷ്ടപ്പെട്ട സ്ഥിതിവിശേഷം. ലഹരി ആസക്തരും ഇപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് തിരിച്ചറിയാനാവാത്തവരാണ്. അതിനാലാണ് ലഹരിക്ക് വിധേയമായവരെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രോഗികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ രോഗികളോടുള്ള പരിഗണനയാണ് ആസക്തർക്ക് നൽകേണ്ടത്. അവർ തകർച്ചയിലേക്ക് നിപതിക്കാതെ കരുതലിന്റെ കരവലയത്തിൽ സംരക്ഷിക്കപ്പെടണം. ലഹരി ആസക്തരുടെയും ഭൂതബാധിതന്റെയും അവസ്ഥകൾ ഒരുപോലെയാണ്. ഭൂതഗ്രസ്തനോട് യേശു പ്രകടമാക്കിയ ആഴമായ സ്നേഹവും ആർദ്രതയും വളരെ സവിശേഷമാണ്. ലഹരിക്ക് അടിമകളായ ഹതഭാഗ്യരോടും സഭയ്ക്ക് ഇതേ മനോഭാവമാണ് ഉണ്ടാകേണ്ടത്. ഇതിന്റെ ദൃശ്യഭാവമാണ് നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററുകൾ. 2, അടിമത്തത്തിന്റെ അമിക്കയറുകളെ അഴിക്കുന്ന രക്ഷകൻ. ദീർഘനാളുകളായി മനുഷ്യ സംസർഗം നഷ്ടപ്പെട്ട് ശ്മശാനത്തിന്റെ ഭീകരമായ ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന ഭൂതഗ്രസ്തനെ യേശു കണ്ടെത്തുന്നു. അവനെ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ യേശു അവന് സാമീപ്യം നൽകുന്നു. കർത്താവിന്റെ നിസ്തുലമായ ഈ ഭാവം ആരിലും അത്ഭുതം ഉളവാക്കുന്നതാണ്. അവനുമായി ഒരു വൈയക്തിക ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവനോട് പേര് ചോദിക്കുന്നത്. യേശു തന്റെ അരികിൽ വന്ന ആരോടും പേര് ചോദിച്ചതായി കാണുന്നില്ല. ഇത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. അവന്റെ മറുപടിയിൽ നിന്നും അവൻ വിഭജിത വ്യക്തിത്വമുള്ളവനാണ്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ളവനാണെന്ന് മനസ്സിലാക്കി. ഇതവനെ ഖിന്നനാക്കിയിരുന്നു. അത്യന്തം സങ്കീർണമായ സ്ഥിതിവിശേഷത്തിൽ നിന്നും
ഭൂതഗ്രസ്തനെ പുറത്തു കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത കർത്താവ് മനസ്സിലാക്കി. സ്വാതന്ത്ര്യത്തിന്റെ കവാടം അവനായി കർത്താവ് തുറക്കുന്നു. അതിനായി കർത്താവ് സ്വീകരിച്ച സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു. സൗഖ്യം ലഭിച്ചതിന് പ്രത്യക്ഷമായ ഒരു തെളിവ് ബോധ്യപ്പെടുത്തുന്നതിനാണ് പന്നിക്കൂട്ടത്തെ കടലിലേക്ക് പോകുവാൻ അനുവദിച്ചത്. ഇതിലൊരു ധാർമ്മിക പ്രശ്നം ഉന്നയിക്കാം. എന്നാൽ അതിരുകൾക്കപ്പുറത്ത് വിലയില്ലാത്തവനായി കരുതിയിരുന്ന ഈ മനുഷ്യൻ എല്ലാ ഭൗതിക സമ്പത്തുകളെക്കാളും വിലയുള്ളവനാണെന്ന സന്ദേശം ഇതിൽ കൂടെ നൽകുന്നു. സർവ്വലോകത്തെക്കാളും വിലയുള്ള മനുഷ്യാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഞങ്ങൾ പലരാകുന്നു എന്ന് പറഞ്ഞയാൾ ഞാൻ ആരാ ആകുന്നു, ഹു ആം ഐ എന്ന ദാർശനികമായ ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്തുന്നു. അതാണ് ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ടും ഇരിക്കുന്നതും കണ്ടു എന്ന വാക്കുകൾ. അവന് സംഭവിച്ച ഈ മാറ്റത്തിൽ ജനം അത്ഭുതപ്പെട്ടു. ലഹരിക്കും മറ്റ് ആസക്തികൾക്കും വിധേയരായവർ ഈ മനുഷ്യനെ പോലെ വികലവും സങ്കീർണവുമായ അവസ്ഥകൾ കൂടെ കടന്നുപോകുന്നവരാണ്. അവരെ വിമോചിപ്പിക്കുവാൻ ആത്മീയവും മനഃശാസ്ത്രപരവുമായ സമീപനം ആവശ്യമാണ്. ഇവിടെയാണ് ഡി അഡിക്ഷൻ സെന്ററുകളുടെ സാങ്കത്യം മനസ്സിലാക്കേണ്ടത്. ആസക്തരെ കണ്ടെത്തി അവരുമായി ആരോഗ്യപരമായ വ്യക്തിബന്ധം സ്ഥാപിച്ച് പുതിയ മനുഷ്യരാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. കർത്താവ് ഈ മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന കാഴ്ച ഹൃദ്യമാണ്. അവനിൽ നിന്നും പാരതന്ത്ര്യത്തിന്റെ അമിക്കയറുകൾ ഓരോന്നായി അഴിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് പുതിയ സമൂഹത്തിലെ പുതിയ മനുഷ്യനാക്കി. വിവിധമായ ആസക്തികൾക്ക് വിധേയനായ ഒരു സമൂഹമാണ് ഇന്നുള്ളത്. ലഹരിയുടെ ഗണത്തിൽ മദ്യവും മയക്കുമരുന്നുകളും മാത്രമായിരുന്ന സ്ഥാനത്ത് അപകടകാരിയായ ഇന്റർനെറ്റ് ഗെയിം തുടങ്ങിയുള്ള ആസക്തികൾ ലഹരിയേക്കാൾ ശക്തമായി മനുഷ്യനെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ ദോഷകരമായ അടിമത്തങ്ങളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഈ നീരാളി പിടുത്തത്തിന് വിധേയമായവരെ രൂപാന്തരപ്പെടുത്തുന്ന ദൌത്യം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് വിസ്മരിക്കരുത്. 3, തള്ളപ്പെട്ടവനെ മുഖ്യധാരയിൽ എത്തിക്കുന്ന രക്ഷകൻ. ഭൂതഗ്രസ്തൻ തനിക്ക് ലഭ്യമായ വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും നന്ദി സൂചകമായി യേശുവിനെ അനുഗമിപ്പാൻ താൽപര്യപ്പെട്ടു. യേശു അതിന് അനുവാദം നൽകാതെ അവന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനും ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും ഭവനത്തിലുള്ളവരോട് പറയുവാനും അതിന്റെ സാക്ഷിയാകുവാനും ആവശ്യപ്പെടുന്നു. കർത്താവ് സൗഖ്യം നൽകിയവരോട് ഇതാരോടും പറയരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്ന സ്ഥാനത്ത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി പറയുന്നു. ഈ നിർദ്ദേശം മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് തുടർന്നുള്ള ജീവിതത്തിന് ആവശ്യമാണ്. കർത്താവിന്റെ വാക്കുകളോടുള്ള അവന്റെ പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ വിമുക്തൻ ഭവനത്തിലും ഗ്രേക്കരുടെ വാസസ്ഥലമായ ദക്കപ്പലി ദേശത്തും കർത്താവിന്റെ കരുണയുടെ സാക്ഷിയാകുന്നു. യേശു നൽകിയ മാറ്റത്തിന്റെ ജീവിക്കുന്ന മാതൃക അനേകർക്ക് യേശുവിനെ കാണാനുള്ള മുഖാന്തരമായി. ദുരന്തപൂർണമായ ഭൂതകാലത്തിന്റെ ഓർമ്മകളെ പിന്തള്ളി പുതുമനുഷ്യനായി പുതുവിലയിലേക്ക് അവൻ യാത്ര ചെയ്യുന്നു. യേശുവിന്റെ കരുണ തന്റെ ജീവിതത്തിൽ അത്ഭുതമായി തീർന്നതിന്റെ ഈ നേർസാക്ഷ്യം എത്ര മനോഹരമാണ്. വിവിധമായ ആസക്തികൾക്ക് വിധേയമായവരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കി അവരോട് പ്രകടമാക്കേണ്ട മനോഭാവം എപ്രകാരമായിരിക്കണമെന്നതിന് ഈ സംഭവം ഉത്തമ ദൃഷ്ടാന്തവും മാർഗരേഖയുമാണ്. അവർക്ക് മാനസികവും ആത്മീയവുമായ പുനരധിവാസം റീഹാബിലിറ്റേഷൻ നൽകണം. വിമോചനത്തിന് ആഴമായ ദൈവബന്ധവും മറ്റുള്ളവരുടെ കൈത്താങ്ങലും ആവശ്യമാണ്. ഈ സത്യം വിസ്മരിക്കരുത്. ചങ്ങലകളെ തകർക്കുക, ആസക്തികളിൽ നിന്നും വിമോചിതരാകുക എന്ന ചിന്താവിഷയം പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.